ഹലോ ഓൾ, BRS ബാങ്ക് റീകോൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, അതും അമെൻഡഡ് ക്യാഷ് ബുക്കിലൂടെ. എന്താ ഈ അമെൻഡഡ് ക്യാഷ് ബുക്ക്? നമ്മൾ ഓൾറെഡി ഒരു ക്യാഷ് ബുക്ക് ഉണ്ടാക്കും. അതില് നമ്മൾ, അതായത് ഫേം ഓർ കമ്പനി, വരുത്തി വെച്ച തെറ്റ് ക്യാഷ് ബുക്കിലൂടെ തന്നെ തിരുത്തി BRS ഫിൽട്ടർ ചെയ്ത് ഷോർട്ട് ആക്കി കൊടുക്കുക. കേൾക്കുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നും അല്ലേ? എക്സാമ്പിളിലൂടെ നോക്കിയാലോ? Let's see. So here is our example. The bank overdraft of Vijay on December 31, 2022 as per the cash book is rupees 20,000. നമ്മൾ ഓൾറെഡി ഒരു ക്യാഷ് ബുക്ക് വരച്ചിട്ടുണ്ട്. ആ ക്യാഷ് ബുക്ക് പ്രകാരം നമുക്ക് ഓവർഡ്രാഫ്റ്റ് വന്നിരിക്കുന്നത് 20,000 ആണ്. അപ്പൊ നമ്മൾ അമെൻഡഡ് ക്യാഷ് ബുക്ക് വരയ്ക്കുന്നു. ഇവിടെ ക്രെഡിറ്റ് സൈഡ് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 20,000 എഴുതി വെക്കുക. ഇനി പ്രിപ്പയർ BRS by taking the following into consideration. ചെക്സ് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് 9,000. ഞാൻ ഒരാൾക്ക് ചെക്ക് കൊടുത്തു, ആ ആള് ബാങ്കിൽ കൊണ്ടുപോയി ആ ചെക്ക് കൊടുക്കാത്തത് കാരണം ബാങ്കിൽ നിന്നും 9,000 രൂപ എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. അത് എന്റെ തെറ്റാണോ? ഒരിക്കലും അല്ല. ഇത് നമ്മൾ BRSലൂടെ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി സെക്കൻഡ് വൺ, അൺക്ലിയർ ചെക്ക് 2,500. ഞാൻ ചെക്ക് ബാങ്കിൽ ഇടുന്നു ആൻഡ് ആ ചെക്ക് ബാങ്കിൽ ക്ലിയർ ആയി വന്നിട്ടില്ല. ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് എഴുതി കാണിക്കും, പക്ഷെ ബാങ്കിൽ എന്തായിട്ടില്ല, ആ എമൗണ്ട് വന്നിട്ടില്ല. ഇതെന്റെ തെറ്റാണോ? ഒരിക്കലും അല്ല. ടൈമിംഗ് ഡിഫറൻസ്. പക്ഷേ നെക്സ്റ്റ് വൺ, നമ്പർ തേർഡ്, ബാങ്ക് ഇൻട്രസ്റ്റ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് ഓൺലി ₹500. എന്ന് വെച്ചാൽ എന്താ? ബാങ്ക് ഇൻട്രസ്റ്റ് ബാങ്കിൽ നിന്നും 500 രൂപ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടില്ല. ഞാൻ റെക്കോർഡ് ചെയ്യാത്തതെല്ലാം എന്റെ തെറ്റായിട്ട് കണക്കാക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഓബിയസ്ലി അമെൻഡഡ് ക്യാഷ് ബുക്കിൽ അത് നമ്മൾ എഴുതി കാണിക്കണം. സോ അമെൻഡഡ് ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡ് ബൈ ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 500 rupees എഴുതുന്നു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിൽസ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് ഓൺലി 1,800. ബാങ്കുകാര് നമുക്ക് അവകാശമുള്ള ബില്ലുകൾ കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുണ്ട് 1,800. ഇത് നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടുണ്ടാവില്ല. ഇത് ഓബ്വിയസ്ലി നമ്മുടെ തെറ്റ് തന്നെയാണ്. സോ നമ്മൾ അമെൻഡഡ് ക്യാഷ് ബുക്കിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓൺ ദ ഡെബിറ്റ് സൈഡ് ടു ബിൽ കളക്റ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ 1,800 വി ആർ റൈറ്റിംഗ്. ഈസി. ആൻഡ് നെക്സ്റ്റ് വൺ, ചെക്ക് ഓഫ് ഹരീസ് ബ്രദേഴ്സ് ഡിസോണർ 2,000. നമ്മളൊരു ചെക്ക് ഇട്ടിട്ടുണ്ട് 2,000, പക്ഷെ ഇത് ഡിസോണർ ആയി. നമ്മളത് എഴുതി കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ തെറ്റ് തന്നെയാണ്. പൊതുവേ ഈ ഡിസോണർ കാര്യങ്ങളെല്ലാം നമ്മൾ അമെൻഡഡ് ക്യാഷ് ബുക്കിലൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ബൈ ചെക്ക് ഡിസോണേർഡ് is 2,000. And what is the next one? Sixth one, check issued to Birla Limited has not been yet entered in the cash book 520. ഞാൻ ഒരാൾക്ക് 520 രൂപയുടെ ചെക്ക് കൊടുത്തു, പക്ഷെ അത് ഞാൻ എഴുതിയേ വെച്ചിട്ടില്ല. ഞാൻ എഴുതി വെക്കാത്തത് എന്റെ തെറ്റ് തന്നെയാണ്. സോ ഓബ്വിയസ്ലി അമെൻഡഡ് ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡ് ബൈ ചെക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് വി വിൽ റൈറ്റ് 520. സോ പറഞ്ഞു വരുന്ന കാര്യം എന്താ? നമ്മൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം അമെൻഡഡ് ക്യാഷ് ബുക്കിലൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ റിയൽ ബാലൻസ് ഓഫ് അമെൻഡഡ് ക്യാഷ് ബുക്ക്. നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കിയാലോ? ക്രെഡിറ്റ് സൈഡ് ഒന്ന് നോക്കൂ. 20,000 plus 2,000 22,000 plus 500 22,500 plus 520 എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 23,020. അതിൽ നിന്നും നമ്മൾ 1,800 മൈനസ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ദ കറക്റ്റ് ബാലൻസ്, കറക്റ്റഡ് ബാലൻസ്, അഡ്ജസ്റ്റഡ് ബാലൻസ് ആസ് 21,220. അപ്പൊ ഇതാണ് നമ്മുടെ അമെൻഡഡ് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള റിയൽ ഓവർഡ്രാഫ്റ്റ് ആസ് പെർ എന്ത് ക്യാഷ് ബുക്ക്. സോ നമ്മൾ BRSലോട്ട് ഇതെല്ലാം ഫിൽട്ടർ ചെയ്തിട്ടാലോ? BRS തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, അതും ഓവർഡ്രാഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നെഗറ്റീവിലിട്ട് തുടങ്ങുന്നു 21,220. ഇനി നമ്മൾ അമെൻഡഡ് ക്യാഷ് ബുക്കിൽ എടുക്കാത്ത ഐറ്റംസ് ഏതൊക്കെയാണ്? ചെക്സ് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് 9,000. ഞാൻ ഒരാൾക്ക് ചെക്ക് കൊടുത്തു, ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ടാവും, പക്ഷെ ബാങ്കിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? ഓബ്വിയസ്ലി ആ 9,000 വി ഹാവ് ടു ആഡ്. ചെക്ക് ഇഷ്യൂ. നൗ നെക്സ്റ്റ് വൺ, അടുത്തത് എന്തായിരുന്നു? അൺക്ലിയർ ചെക്ക് 2,500. ഞാൻ ചെക്ക് ബാങ്കിൽ ഇട്ടു, ഞാൻ കൂട്ടി കാണിച്ചിട്ടുണ്ടാവും, പക്ഷേ ബാങ്കിൽ വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഞാൻ അതിന് എന്ത് ചെയ്ത് കാണിക്കണം? ഓബ്വിയസ്ലി കുറച്ച് കാണിക്കണം. അപ്പോ 2,500 മൈനസ് ചെയ്ത് കാണിക്കുന്നു. ഇനി നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കിയാലോ? ഓബ്വിയസ്ലി അല്ലേ? അപ്പൊ ഇതിന്റെ ടോട്ടൽ എത്രയാ വരുന്നേ? 23,720. ഇവിടെയും നമ്മൾ വലിയ എമൗണ്ട് എഴുതി വെക്കുന്നു. ആൻഡ് 9,000 മൈനസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് അവർ ഫൈനൽ ആൻസർ ആസ് 14,720. ആൻഡ് ദാറ്റ് ഇസ് അവർ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അതും ഓവർഡ്രാഫ്റ്റ് ആണ്, ബിക്കോസ് മൈനസ് സൈൻ ആണ് കൂടുതൽ. എത്ര എളുപ്പം അല്ലേ? സോ ഇതാണ് BRS with the help of amended cash book. For more interesting videos, join Entry Elements.